നാഗത്തറയിൽ പ്രത്യേക പൂജകളുണ്ട്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആയുരാരോഗ്യത്തിനായി നടത്തുന്നതാ. നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോവാം. നവീനും നന്ദേട്ടനും ക്ഷേത്രത്തിലേക്ക് വരാറായോ? അവര് നാഗത്തറയിലേക്ക് എത്തിക്കോളും. നമുക്ക് അങ്ങോട്ട് പോവാം. നിർമ്മലേ, എല്ലാവരും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഇവരോട് നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് നമുക്കൊന്ന് കാണണം. ആഹാ, അമ്മമാര് രണ്ടുപേരും വന്നല്ലോ. രണ്ടമ്മമാർക്കും കൂടി ഒരു മോളെന്ന് പറയുന്നതേ ഒരു കുറവാ. അതെ, ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലേ സിത്താരെ? നിർമ്മലേ, എന്തിനാ ഇങ്ങനെ ഒരു തുടക്കം? അടിയരന്ന് വാങ്ങാൻ, അല്ലാതെ എന്തിനാ? നിങ്ങൾ വരൂ. സിത്താര മേഡം മൊത്തത്തിൽ അങ്ങ് പർച്ചേസ് ചെയ്യായിരുന്നോ? അയ്യാ മോളെ, അവര് തമ്മിൽ അങ്ങ് മത്സരിക്കുകയല്ലേ. നമുക്കാർക്കും അത് മനസ്സിലാകുന്നില്ല എന്നല്ലേ ഉള്ളൂ. ഉദയ, അയ്യോ, ഓ അല്ലമ്മേ, അവരാ ശരി, ഞങ്ങള് തെറ്റാ. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ലേ അമ്മ ഇപ്പൊ പറഞ്ഞത് അല്ലേ? അല്ല, തങ്ക എന്തൊക്കെയാ മോക്ക് കൊണ്ടുവന്നിരിക്കുന്നേ, കാണട്ടെ. പിന്നെ എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ കഴിയൂ എന്ന് നിസ്സാരമായിട്ടങ്ങ് പറയുവാണോ? ഇന്നത്തെ കാലത്ത് പാരമ്പര്യമായ പ്രസവ ശുശ്രൂഷയെക്കുറിച്ച് ആർക്കറിയാൻ തങ്കം? അതും ഇത്രയും കൃത്യമായിട്ട് നടത്താൻ ആർക്കാ പറ്റുന്നത്? എന്തായാലും തങ്കം സിത്താരയുടെ ഭാഗ്യമാണ് കേട്ടോ. അതെ, രണ്ടുപേരും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ തങ്കം ആണ് ഗാഥയുടെ യഥാർത്ഥ അമ്മയെന്ന് തോന്നും. എന്തിനിങ്ങനെ വേർതിരിച്ചൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് എല്ലാരും ഒരുപോലെ തന്നെയാ. ഇതാ എന്റെ കുട്ടിയുടെ മറുപടി. ഇടങ്കോലിടാൻ നിൽക്കുന്നവരെ ഈ മറുപടിയുടെ അർത്ഥം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയാ മതി. നാഗത്തറയിൽ പ്രത്യേക പൂജകളുണ്ട്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആയുരാരോഗ്യത്തിനായി നടത്തുന്നതാ. നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോവാം. നവീനും നന്ദേട്ടനും ക്ഷേത്രത്തിലേക്ക് വരാറായോ? അവര് നാഗത്തറയിലേക്ക് എത്തിക്കോളും. നമുക്ക് അങ്ങോട്ട് പോവാം.
അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് വേണ്ടിയുള്ള പൂജകളാണ് നടക്കുന്നത്. എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം ദിവ്യനാഗം പ്രത്യക്ഷപ്പെട്ടാൽ ഈ ഗർഭത്തിലെ കുഞ്ഞിന് നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് അർത്ഥം. നാഗദൈവം പ്രത്യക്ഷപ്പെടണേ എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥന തുടർന്നോളൂ. പാടുന്ന നാവിൻ്റെ നോവുകൾ മാറ്റേ